ഹലോ, നമസ്കാരം. കഴിഞ്ഞ ആഴ്ച, അതായത് 27-ാം തീയതി, ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് അവൾക്കൊപ്പം എന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഉണ്ടാക്കി എന്ന വാർത്ത പുറത്ത് വന്നതോടുകൂടി അതിനെ ചൊല്ലി നിരവധി പൊതുസമൂഹത്തിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിമർശനം അത് നമ്മൾ വളരെ സ്വാഭാവികമായി തന്നെ കാണുന്നുണ്ട്. നമുക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ ഈ വളരെ മോശം ഭാഷയിൽ വിമർശനം പറയുക, അല്ലെങ്കിൽ ചീത്ത തെറി വിളിക്കുക എന്നൊക്കെ ചെയ്യുമ്പോ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, അവൾക്ക് അപ്പീൽ പോകാനുള്ള അവകാശം ഇല്ലേ? അവളെ സഹായിക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലേ? ഇപ്പൊ നിങ്ങളെല്ലാവരും അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു, അതുപോലെ അവൾക്ക് വേണ്ടി ഞങ്ങളും സംസാരിക്കുന്നു. ഞങ്ങൾ മാധ്യമത്തിൽ വരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരുന്നില്ല. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ അവൾ ഒരു പ്രശസ്തയായത് ആണോ നിങ്ങളുടെ പ്രശ്നം? പലരും ചോദിക്കുന്നുണ്ട്, പ്രശസ്തയായത് കൊണ്ടല്ലേ? സി, ഇതൊരു കൊട്ടേഷൻ ആണ്. ഇതൊരു കൊട്ടേഷൻ ബലാത്സംഗമാണ്. അപ്പൊ ഈ കൊട്ടേഷൻ കൊടുത്ത ആളുടെ പേര് പറഞ്ഞത് ഞങ്ങളാരുമല്ല, അവളും അല്ല. അത് സംഭവം ആരാണോ നടത്തിയത് അവൻ തന്നെയാണ് ഇയാളുടെ പേര് പറഞ്ഞത്. അതിനെ ചൊല്ലിയാണ് അയാൾ ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് കൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഫൈനലി നിരൂപിക്കുക, അല്ലെങ്കിൽ ഇയാൾ തന്നെയാണോ ഇത് ചെയ്തത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമല്ലേ? അപ്പോ ആ സ്ഥാനത്ത് അവൾ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് റിയാക്ട് ചെയ്യുക? ഇതേ കാര്യം ഇതേ കാര്യം പ്രശസ്തനല്ലാത്ത ഒരാളാണ് ചെയ്തത്. അപ്പോ ഈ വിക്ടിമിന്റെ ഭാഗത്ത് നിന്നും പ്രശസ്തയല്ലാത്ത ഒരാളാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പ്രശസ്തനല്ലാത്തവനെ തെറി വിളിക്കുമല്ലോ, പ്രശസ്തയല്ലാത്ത പെണ്ണിനോടൊപ്പം നിങ്ങൾ നിൽക്കുമല്ലോ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? പ്രശസ്തിയാണോ പ്രശ്നം? അയാളുടെ സ്വാധീനവും അയാളുടെ സ്റ്റാർഡമോ ആണോ ഈ പ്രശ്നം? നിങ്ങൾ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ തെറി വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ ഞങ്ങൾ തെറി വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരിച്ചു വേണമെങ്കിൽ നമുക്കും തെറി വിളിക്കാം. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ വന്നിട്ട് 1-2 പേര് വളരെ മോശമായ ഇതിട്ടു. പക്ഷെ തിരിച്ചു പറയേണ്ടി വരുന്നു, വേറെ നിവർത്തിയില്ല. കാരണം ഞങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ അയാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളെ, അല്ലെങ്കിൽ അവളെ ഇങ്ങനെ തെറി വിളിക്കുന്നത്? എന്തറിഞ്ഞിട്ടാണ്? ഈ കേസിന്റെ ഫയൽ നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്താണ് കോടതിക്കുള്ളിൽ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കാറിനുള്ളിൽ നടന്നത് എന്താണെന്ന് അറിയാമോ? ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു കാര്യം ആരാധന, ഫാൻ. അതാണോ ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത്? ആണോ? ഒരല്പം ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് സംസാരിക്കൂ. ഞങ്ങളെ പിന്നെ എന്നെ കുറച്ച് അധികം ആക്രമിക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി ട്രസ്റ്റ് ഉണ്ടാക്കി, ഭാഗ്യലക്ഷ്മിയും കൂട്ടരും. ഇതിൽ ഭാഗ്യലക്ഷ്മി മാത്രമല്ല, ഇതിൽ ഞങ്ങൾ ഏകദേശം 10-12 പേരുണ്ട്. അതിൽ 7 പേരാണ് മുഖ്യധാരയിൽ ആ ട്രസ്റ്റിന്റെ പേരിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ 7ഓളം പേരാണ്. ഈ 7 പേരും നിരന്തരം ഈ കേസുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുകയും ഈ 3 ലോയേഴ്സ്, 3 പ്രോസിക്യൂട്ടേഴ്സ് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ ആ കോടതിക്കുള്ളിൽ ഉള്ള അപമാനം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയവർ പറഞ്ഞ കഥകളും, പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ തന്നെ അതിജീവിത പറഞ്ഞ വിഷയങ്ങളും, ഇതെല്ലാം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇതൊന്നും അറിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഫാൻ എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായ അതിനെന്താ പറയുക എനിക്കറിയില്ല, ആരാധന, ഭ്രാന്തമായ ആരാധന ആയിക്കോട്ടെ.
നിങ്ങൾ ആരാധിച്ചോളൂ, നിങ്ങൾ സ്നേഹിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അതെന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷെ അവളോടൊപ്പം നിൽക്കുന്നവരെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ അവളോടൊപ്പം നിൽക്കുന്നവർ എന്തിനാണ് അവളോടൊപ്പം നിൽക്കുന്നതെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞങ്ങളുടെ ഇഷ്ടമാണിത്, ഞങ്ങളുടെ തീരുമാനമാണിത്. ഈ കേസ് ട്രയൽ കോർട്ടില് വിധി വന്നിട്ട് അയാൾ രക്ഷപ്പെട്ടു. അയാളോടൊപ്പം ഈ കേസിന് പല ഒത്താശകളും, അവളെ ഉപദ്രവിക്കാൻ പല ഒത്താശകളും ചെയ്തവരെല്ലാം, അതായത് ഉന്നതരായ സ്വാധീനമുള്ളവർ രക്ഷപ്പെട്ടു. ആ കാറിൽ ഉണ്ടായിരുന്നവരാണ് ശിക്ഷിക്കപ്പെട്ടത്. വളരെ കുറഞ്ഞ ശിക്ഷ, അതായത് വളരെ ഒരു എന്താ പറയാ, ഒരു സാധാരണ കുറ്റം ചെയ്യുന്ന പോലെ ഒരു ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്. അപ്പോ ഈ ഇത്രയും പേർ രക്ഷപ്പെട്ടത് ഈ സുപ്രീം കോടതി വരെ പൊയ്ക്കൂടാ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതോ പോകാൻ അവൾക്ക് അവകാശമില്ലേ? ആ പോകുന്നവൾക്ക് ഒരു ധൈര്യം കൊടുത്തുകൊണ്ട് നിന്നോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക് ആർക്കും ഇല്ലേ? ഈ കേസിന്റെ വിധി വന്നപ്പോ, ഇങ്ങനെയൊക്കെ വിധി വന്ന സമയത്ത് സമൂഹത്തിൽ എത്രയോ ആളുകൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ഞങ്ങൾ ഈ ട്രസ്റ്റിലുള്ള എല്ലാവരെയും വ്യക്തിപരമായും, അത് എനിക്ക് കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ കൂടിയും ഫേസ്ബുക്ക് മെസ്സേജിൽ കൂടിയും കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഇതിന് ഞങ്ങളുണ്ട് കൂടെ, ഇത് ഫൈറ്റ് ചെയ്യണം മാഡം, ഇതിന്റെ അവസാനം വരെ ഫൈറ്റ് ചെയ്യണം. ജയമോ തോൽവിയോ അത് രണ്ടാമത്തെ വിഷയം. ജയിച്ചാലും തോറ്റാലും, ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ അയാൾ ഈ ട്രയൽ കോർട്ടിൽ തോറ്റിരുന്നുവെങ്കിൽ അയാൾ അപ്പീൽ പോകില്ലേ? അത് തന്നെയല്ലേ അവളും ചെയ്യുന്നത്. അയാൾ തോറ്റാൽ അയാൾക്ക് അപ്പീൽ പോകാൻ അവകാശമുണ്ടെങ്കിൽ അവൾ തോറ്റാൽ അവൾക്കും അപ്പീൽ പോകാനുള്ള അവകാശമില്ലേ? ദയവ് ചെയ്ത് ഒരു പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണിത്. ഈ ജീവിതം വെച്ച് നമ്മൾ മോശമായ വാക്കുകളിൽ കൂടി ഇങ്ങനെ വിമർശിക്കരുത്. മാനസികമായി തളർത്തുക എന്നുള്ളത്, അതായത് പോരാടുന്ന പെണ്ണിനെ മാനസികമായി തളർത്തുക. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇത് കാണുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ചില സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ അവരൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ മകളോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ അമ്മയോ ആ വിക്ടിമിന്റെ സ്ഥാനത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അയ്യോ, ഇത് എന്റെ ആളാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു വേദനയും അവനവന്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അത് വേദനയായി തോന്നുന്നത്. മറ്റൊരാൾക്ക് വേദന വരുമ്പോൾ നമുക്കത് വേദനയായി തോന്നുന്നില്ല. അത് വേദനിക്കുന്നുണ്ടോ? അയ്യോ, തീർന്നു, അവൾക്ക് വേദനിക്കുന്നുണ്ടത്ര, ചുമ്മാ. ഇതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് ദയവ് ചെയ്ത് അവളോടൊപ്പം, നിങ്ങൾക്ക് അവനോടൊപ്പം നിൽക്കാമെങ്കിൽ ഞങ്ങൾക്ക് അവളോടൊപ്പവും നിൽക്കാം. അവളാണ് നിയമ പോരാട്ടവുമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിയമസഹായം, അത് സോഷ്യലി ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അവളോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്തരം മനസ്സുള്ളവരാണ് ഈ അവൾക്കൊപ്പം എന്ന ട്രസ്റ്റിനോടൊപ്പം, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയോടൊപ്പം, ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ എല്ലാവരും. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് വ്യാപകമായി ആളുകൾ പറയുന്നത് അയാളുടെ സിനിമ പുറത്തിറങ്ങുന്ന സമയം, അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്ന സമയമാണ് കറക്റ്റായിട്ട് ഞങ്ങള് ഈ ട്രസ്റ്റുമായിട്ട് മുമ്പിലേക്ക് വന്നത് എന്ന്. സത്യം പറഞ്ഞ അയാൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനത്തിലാണെന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതൊരു കോയിൻസിഡന്റലി അങ്ങ് സംഭവിച്ചു പോയതാണ്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു കേസിൽ എവിടേക്കോ ഒരു ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഇങ്ങനെ പല കാര്യങ്ങളും തന്നെ വന്നിങ്ങനെ വീഴുന്നുണ്ട്. നമ്മൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അത് ആ ഹാക്കർ എന്ന് പറയുന്ന ആളാകട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ ബാലേന്ദ്രകുമാർ ആകട്ടെ,
അതല്ലാതെ മറ്റു പല രീതിയിലും മൊബൈല് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിപ്പോ, മൊബൈല് കൊണ്ട് കോടതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ മൊബൈല് കോടതി ചോദിച്ചാൽ നമ്മൾ കൊടുത്തില്ലേ? നമുക്ക് കൊടുത്തല്ലേ പറ്റൂ. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ ബോംബെക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. എന്തിന്? അതിൽ ഭയപ്പെടാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത്? എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഈ കേസ് അല്ലാത്ത വേറെ എന്തുണ്ടെങ്കിലും പോലീസുകാർക്ക് അത് എടുക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. അതൊരു വിഷയമാവില്ല. അപ്പൊ എന്തിനെയാണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ അതിജീവിത പിന്നെ മുൻപോട്ട് പോകരുത്, ജീവിതയുടെ പെറ്റീഷൻ സ്വീകരിക്കണ്ട എന്ന് കോടതിയോട് പറയുന്നു. ജഡ്ജിനെ മാറ്റണം എന്ന് പറയുമ്പോൾ ജഡ്ജിനെ മാറ്റേണ്ടതില്ല എന്ന് എന്തിന്? ഇത് സമയം ഈ പറയുന്ന മാതിരി എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു. ആ ഭയമാണ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല ഇനിയും ഞങ്ങൾ അല്ലെങ്കിൽ അവൾ വിജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ മുൻപോട്ട് പോവുക എന്നുള്ളത് ഓരോ പെൺകുട്ടിയുടെയും ആവശ്യമാണ്, ഓരോ അതിജീവിതമാരുടെയും ആവശ്യമാണ്. ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് പറയുന്ന ലോകത്ത് തന്നെ വളരെ അപൂർവം, എനിക്ക് തോന്നുന്നു 2 or 3 കേസ് തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. കാരണം അത് നിസ്സാര കാര്യമല്ല. ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അത് ഇങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്ത് മാത്രമേ അത് മുൻപോട്ട് പോകാൻ പറ്റൂ. അത് ഫൈനലി വിജയിച്ചാൽ നാളെ ഇവിടെ ഒരു വ്യക്തിക്കെതിരെയും, അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, ഗൂഢാലോചന എന്നൊരു കേസ്, ഇന്ന ആളുടെ കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ റൂട്ട് ഇങ്ങനെയായിരുന്നു, അതിന്റെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു റെഫറൻസ് ആയിട്ട് ഈ കേസ് പോകും. നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ആർക്കും ജോലി ഇല്ലാത്തതുകൊണ്ടല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക, നിങ്ങളുടെയൊക്കെ വായെന്ന് തെറി കേട്ടോണ്ട് ഞങ്ങളെന്താ നല്ല രസമുണ്ട്, രാവിലെ എണീറ്റ് കുറേ തെറി കേട്ട് ഹാപ്പി എന്ന് പറഞ്ഞിരിക്കുവാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇതിൽ ഉള്ളവർക്കൊന്നും തന്നെ തിരിച്ച് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അങ്ങോട്ട് അസഭ്യം പറയാനുള്ള ഒരു സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിശബ്ദരായിരിക്കുന്നത്. എന്ന് കരുതി ഒന്ന് പേഴ്സണലി ഒന്ന് മുമ്പിൽ വന്നൊന്ന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒന്ന് മുമ്പിൽ വന്ന് നിന്ന് ഒന്ന് തെറി വിളിക്കും, ഒന്ന് വിളിച്ചു നോക്കൂ. ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഈ കേസ്, അതായത് അത് ആ പ്രശസ്തയായ നടി എന്ന പേര് മാറ്റിവെക്കുക, ഒരു പെണ്ണിനെതിരെ രാത്രി നേരത്ത് നടു റോഡിൽ നടന്ന ഒരു കൊട്ടേഷൻ ബലാത്സംഗം, അത് നിരൂപിക്കുക, അത് വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങളുടെ കടമയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പുരുഷന്മാരുണ്ട്. അതിനെ എതിർക്കുന്ന ചില സ്ത്രീകളും ചില പുരുഷന്മാരും. അത് ഞങ്ങൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ എങ്കിലും പറയണമെന്ന് തോന്നിയത് കൊണ്ട് വന്നു പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ബൈ.